മാസപ്പടി വിവാദത്തിൽ കേന്ദ്രം അന്വേഷണം ആരംഭിച്ചതോടെ തന്നെ പിണറായിക്കും മകൾക്കും മുട്ടിടിച്ചു തുടങ്ങിയിരുന്നു. നിലവിൽ നടക്കുന്ന ത്വരിതാന്വേഷണത്തിൽ കണ്ടെത്തിയ രേഖകളും മൊഴികളും വസ്തുതാപരമാണെന്ന് കോർപ്പറേറ്റ് അഫയേഴ്സ് ഡയറക്ടർ ജനറൽ റിപ്പോർട്ട് ചെയ്താൽ കേസ് അന്വേഷണം SFIO ഏറ്റെടുക്കും. അങ്ങനെ വന്നാൽ പിന്നെ വിഷയത്തിലെ യാഥാർത്ഥ്യം എന്തെന്ന് പുറത്തുവരാൻ അധികം കാലതാമസമെടുക്കില്ല. കൊല്ലം ചവറ തീരത്തെ കരിമണലാണ് ടൈറ്റാനിയം സ്പോഞ്ച് ലോഹത്തിന്റെ സുപ്രധാന അസംസ്കൃത വസ്തു. കരിമണലിനെ ഇൽമനേറ്റിന്റെ ഗ്രേഡ് 90% വർദ്ധിപ്പിച്ച് സിന്തറ്റിക് റൂട്ടയിലാക്കി കയറ്റുമതി ചെയ്യുന്ന ബിസിനസ്സാണ് CMRL ചെയ്യുന്നത്. ഇതിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നമായ ടൈറ്റാനിയം ടെട്രോക്ലോറൈഡ് ഉപയോഗിച്ച് ടൈറ്റാനിയം സ്പോഞ്ച് നിർമ്മിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് ചവറയിലെ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്. KMML ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ അസംസ്കൃത ഇൽമനേറ്റ് CMRL ലഭിക്കുന്നതിനെതിരെ 2013 തന്നെ പരാതി ഉയർന്നിരുന്നു. 2019 ജനുവരി 25 CMRL ഓഫീസിലും ഫാക്ടറിയിലും MDയുടെയും പ്രധാന ഉദ്യോഗസ്ഥരുടെയും വീടുകളിലും ആദായനികുതി വകുപ്പ് നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്ത രേഖകളും അവയെക്കുറിച്ച് MDയും ഉദ്യോഗസ്ഥരും നൽകിയ മൊഴികളുമാണ് കേസിന് ആധാരം. വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടി നിയമവിരുദ്ധവും പരിസ്ഥിതി വിരുദ്ധവുമായ എന്തെങ്കിലും പരിഗണന CMRL കമ്പനി പണം നൽകി നേടിയിട്ടുണ്ടോ എന്നതാണ് ത്വരിതാന്വേഷണത്തിൽ പ്രധാനം. ഇതിനൊപ്പം സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന് CMRL കമ്പനിയിൽ 13.4% ഓഹരി നിക്ഷേപം ഉണ്ടെങ്കിൽ കേസ് പൊതുഖജനാവ് ദുർവിനിയോഗത്തിന്റെ പരിധിയിൽ വരുമോ എന്ന ചോദ്യത്തിനും ഉത്തരം കണ്ടെത്തും. CMRL ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത കമ്പനിയാണെങ്കിൽ ആരോപിക്കപ്പെടുന്ന കാര്യങ്ങൾ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ചട്ടങ്ങളുടെ ലംഘനമാണോ എന്നതും പരിശോധിക്കും. വിവാദം ഉയർന്നു വന്ന സാഹചര്യത്തിൽ മുഖ്യനും മകളും പാർട്ടിയും അടക്കം വിഷയത്തിൽ മൗനം പാലിച്ചതുപോലെ ആകില്ല SFIO അന്വേഷണം ആരംഭിച്ചാൽ. 2016 മുതൽ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് 135 കോടി രൂപ നൽകിയതിനു ശേഷം CMRL നേടിയ വൻ സാമ്പത്തിക ലാഭത്തിന് പിന്നിൽ സംഘടിത സാമ്പത്തിക കുറ്റകൃത്യവും രാഷ്ട്രീയ ഉദ്യോഗസ്ഥ അഴിമതിയും ആരോപിക്കപ്പെട്ടതോടെയാണ് കേസിൽ കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം നേരിട്ട് ത്വരിതാന്വേഷണം നടത്തുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്ക് സ്വകാര്യ കമ്പനി 1.72 കോടി നൽകിയത് നിയമവിരുദ്ധമെന്ന് ആദായനികുതി തർക്കപരിഹാര ബോർഡ് കണ്ടെത്തിയതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കം. രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കളും CMRL നിന്നും പണം കൈപ്പറ്റിയെന്നും കണ്ടെത്തിയിരുന്നു. തുടർന്ന് വിഷയം ഏറ്റെടുത്ത് മുഖ്യമന്ത്രിയെയും മകളെയും CPMനെയും പ്രതിരോധത്തിലാക്കിക്കൊണ്ട് കോൺഗ്രസ് MLA മാത്യു കുഴൽനാടനും രംഗത്തെത്തി. നിലവിൽ CMRL 135 കോടി രൂപ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും പോലീസിനും മറ്റുദ്യോഗസ്ഥർക്കും നിയമവിരുദ്ധമായി നൽകിയെന്ന ആരോപണത്തിലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറണമെന്ന് ശുപാർശ നൽകിയത് ആദായനികുതി വകുപ്പ് തന്നെയാണെന്നത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്.